ഡെഫിനറ്റ്ലി അതെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഈ സിനിമ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. ഇതൊരു പ്രത്യേക ജനസിൽപ്പെടുത്താവുന്ന ഒരു സിനിമയല്ല. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലവ് ഉണ്ട്, ഹ്യൂമറുണ്ട്, ഒരു ത്രില്ലർ എലിമെൻ്റ് ഉണ്ട്, ഇതിനകത്തൊരു ട്രാവലുണ്ട്, പിന്നെ ആഫ്രിക്കൻ ബാക്ക്ഡ്രോപ്പ്, ആഫ്രിക്കൻ ട്രൈബൽസ്. ഇപ്പോൾ ചിലപ്പം നമുക്ക് പെട്ടെന്ന് കഥ കേൾക്കുമ്പോൾ വളരെ അവിശ്വസനീയമായി തോന്നുന്ന മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായേക്കാം. കാരണം വേറൊന്നുമല്ല, ആഫ്രിക്കയിലെ ലീഗൽ സിസ്റ്റം അങ്ങനെയാണ്. കാരണം അവിടെ ഒരുപാട് ട്രൈബൽ സെക്ട്സ് ഉണ്ട്. അപ്പോൾ ഓരോ ട്രൈബൽസിനും അവരുടേതായ നിയമങ്ങളാണ്. അവരുടെ നിയമങ്ങൾ അതിനകത്ത് ഇടപെടാൻ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ പോലീസിനോ അധികാരമില്ല. അതായത് അവർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് കയറി നീ മറ്റേത് ചെയ്യില്ലേ, നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാനുള്ള അധികാരം പോലീസിനോ ഗവൺമെൻറ്റിനോ ഇല്ല. അങ്ങനെ ഓരോ ട്രൈബൽ സെഗ്മെൻറ്റിനും ഓരോ നിയമങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിയേർഡായിട്ടുള്ള കുറേ സിറ്റുവേഷൻസിലൂടെ സിനിമ കടന്നു പോകുന്നുണ്ട്. അതായത് ഇവർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത പോലത്തെ അവസ്ഥകളിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ റിയാലിറ്റിയാണ് എന്നുള്ളതാണ് സത്യം. അവിടെ നമുക്ക് നൈറോബിയിൽ പോയാൽ പത്രങ്ങളിൽ വായിക്കാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ നൈറോബിയുടെ ഹിസ്റ്ററി വായിച്ചാൽ നമുക്കറിയാവുന്ന ഒരുപാട് റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയാണത്. പക്ഷേ ആഫ്രിക്ക ആയതുകൊണ്ട് അതിനിങ്ങനെയുള്ള നമുക്ക് മറ്റൊരു രാജ്യത്തും കാണാത്ത പോലെയുള്ള ഒരു ലീഗൽ സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ സിനിമ കടന്നു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, എൻ്റെ എല്ലാ സിനിമകളുടെയും ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് അതിൻ്റെ കഥയും അതിൻ്റെ തിരക്കഥയും അതിലെ കഥാപാത്രവുമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒരു കഥ കേട്ടപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു പശ്ചാത്തലം, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഇതിലെ നായകൻ ആ ഒരു എല്ലാ എലിമെൻസിലൂടെയും കടന്നു പോകുന്നൊരു കഥാപാത്രമാണ്. ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, ഡെസ്പറേഷൻ്റെ സിറ്റുവേഷൻസ് ഉണ്ട്, ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു ട്രാൻസിഷൻ ആകുന്നുണ്ട്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ഈ ക്യാരക്ടർ വളരെ ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു പശ്ചാത്തലം ഈ സിനിമ പറയുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റോറി ഈ സിനിമ പറയുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, എല്ലാ ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് വന്നിരുന്ന് കാണാവുന്ന ഒരു കംപ്ലീറ്റ് എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് നക്കുപെൻറ്റ നക്കുട്ടാക്ക എന്ന സിനിമ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഗോപി സുന്ദറിൻ്റെ മ്യൂസിക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള 2 ഗാനങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അത് ശരിക്കും ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ടൈപ്പ് കൊമ്പോസിഷൻസാണ്. കുറച്ചൊരു ആഫ്രിക്കൻ ടച്ചുള്ള ടൈപ്പ് മ്യൂസിക്കാണ്, ലിറിക്സാണ്. ഒരു മലയാളവും സ്വാഹിലിയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സോങ്ങും ഉണ്ട്. അപ്പോൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ടൈപ്പ് മ്യൂസിക്കും ഈ സിനിമയിലുണ്ടാവും. അപ്പോൾ എല്ലാ രീതിയിലും ഒരുപാട് പുതിയ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കും നക്കുപെൻറ്റ നക്കുട്ടാക്ക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. ഡെഫിനറ്റ്ലി ഞാൻ അത് സെക്കൻഡറി, നമ്മൾ രണ്ടാമത് പടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ശരിക്കും ഒരു കംപ്ലീറ്റ് ഒരു ഫണ്ണായിരുന്നു സിനിമ ഷൂട്ട് ചെയ്യുന്നൊരു 1 month എന്ന് പറയുന്നത്. ഓരോ ദിവസവും, കാരണം ഞാൻ വിശ്വസിക്കുന്നത് സിനിമ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും ഒരു പോസിറ്റീവ് എനർജി ആ സിനിമയുടെ പുറകിലുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പം മാധവൻകുട്ടി ചേട്ടനാണെങ്കിലും, മാധവൻകുട്ടി ചേട്ടൻ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറാണ്. സിനിമകളധികം ചെയ്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ ടെലിവിഷനിലുമൊക്കെ വളരെ സീനിയർ ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു പിക്ചറേ അല്ല മാധവൻകുട്ടി ചേട്ടൻ. എക്സ്ട്രീംലി ഹ്യൂമറസ് ആയിട്ടുള്ള, എപ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട്, എപ്പോഴും എന്തെങ്കിലും തമാശകൾ പറഞ്ഞ് നമ്മൾ ടയേർഡ് ആകുമ്പോഴും വളരെ എനർജറ്റിക് ആയിട്ട് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറാമാൻ കൃഷ് കൈമൾജിയായിട്ട് ഞാൻ ഒരുപാട് സിനിമകൾ നേരത്തെ വർക്ക് ചെയ്തു. അപ്പോൾ ഒരു കംപ്ലീറ്റ് എനർജി പാക്കേജാണ് ശരിക്കും ഇതിൻ്റെ ഒരു മേക്കിംഗ് ടീം എന്ന് പറയുന്നത്. മാത്രമല്ല ഞങ്ങൾ ചെറിയൊരു ടീമായിട്ടാണ് അവിടെ പോയത്. പക്ഷേ എന്നാൽ ഓരോ ദിവസവും വളരെ എൻജോയബിൾ ആയിട്ടുള്ള നല്ല നല്ല എക്സ്പീരിയൻസസ് ആണ് ഈ സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മാനിച്ചത്. ഒരു ദിവസം പോലും ബോറടിക്കുകയോ അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒന്ന് തീർന്ന് പെട്ടെന്ന് തിരിച്ചു പോകണം എന്ന് തോന്നിയിരുന്നില്ല. അപ്പോൾ ആ ഒരു വർക്കിംഗ് സമയത്ത് എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഈ സിനിമയിലും പ്രതിഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസായ് മാറയിൽ പോയതാണ്. മസായ് മാറ എന്ന് പറയുന്നത് നമുക്കറിയാം വേൾഡിലെ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് റിസർവാണ്. 2 രാജ്യങ്ങളായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന റിസർവാണ്. 1400 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ ഏരിയ. അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിലുള്ളപ്പോൾ തന്നെ എനിക്ക് വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് പെരിയാർ റിസർവിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കെനിയയിൽ ചെന്ന് ഇത്രയും വലിയൊരു വേൾഡ്സ് ബിഗ്ഗസ്റ്റ് വൈൽഡ് ലൈഫ് റിസർവ് ഉള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ പോകാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു വിഷമമായേനെ. പക്ഷേ ആദ്യം ശരിക്കും വിചാരിച്ചത് പോകാൻ പറ്റില്ല എന്നാണ്. കാരണം എല്ലാ ദിവസവും വർക്കുണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു ചാർട്ടിങ്. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് എങ്ങനെയോ 2 ദിവസം എനിക്ക് ഫ്രീ കിട്ടി. കറക്റ്റ് ആ 2 ദിവസം കിട്ടി. പക്ഷേ ഞാനും എൻ്റെ ഫ്രണ്ട് അതുലും ഭാമയും ഞങ്ങൾ 3 പേരും കൂടെ മസായ് മാറയിൽ പോയി.
അങ്ങനെ ഒരുപാട് കാലത്തെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കവറി ചാനലിലായാലും നാഷണൽ ജോഗ്രഫിക്കലാണെങ്കിലും നമ്മൾ കെനിയയെക്കുറിച്ചോ അല്ലെങ്കിൽ ആഫ്രിക്കയെക്കുറിച്ചോ കാണുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന 90% വിഷ്വൽസും മസായി മാറയിലെ വിഷ്വൽസാണ്. പിന്നെ ലയൺ കിങ് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് കാർട്ടൂൺ അത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് മസായി മാറയിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മസായി മാറയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സ്ഥലം നേരിട്ട് കാണാനും അവിടുത്തെ ഒരു ഭയങ്കര ഒരു കോ എക്സിസ്റ്റൻസ് മനസ്സിലാക്കാനും ഒരുപാട് മൃഗങ്ങളെ കാണാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അത് ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ അങ്ങോട്ടുള്ള ട്രാവലും തിരിച്ചുള്ള ട്രാവലും അത് ശരിക്കും എനിക്കൊന്ന് വേൾഡിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നൈറോബിയിലെ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് ഒരു 7 സീറ്റർ എയർക്രാഫ്റ്റിലാണ് പോയത്. പിന്നെ മസായി മാറ വൈൽഡ് ലൈഫ് റിസർവിനകത്താണ് ലാൻഡ് ചെയ്യുന്നത്. നമുക്ക് ലാൻഡ് ചെയ്യുമ്പോൾ കാണാം ചിലപ്പം റൺവേ എന്ന് പറയുന്നത് ടാർഡല്ല, ഫുൾ മണ്ണും കല്ലുമാണ്. അപ്പോൾ അവിടെ സീബ്രാസൊക്കെ നിൽക്കുന്ന കാണാം. നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഓടിപ്പോവും, ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷ്വൽസ് എന്ന് പറയുന്നത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർട്ടൂൺസിലും അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷനിലൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അതൊക്കെ ലൈവായിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. പിന്നെ ഈ അനിമൽസും ഹ്യൂമൻസും തമ്മിലുള്ളൊരു ഭയങ്കര കോ എക്സിസ്റ്റൻസ് അവിടെയുണ്ട്. നമുക്ക് ഓരോ അനിമലിൻ്റെ കണ്ണിൽ നോക്കുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യാം. ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന നമ്മളെ നോക്കി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ആ 2 ദിവസമേ ഫ്രീ കിട്ടിയുള്ളൂ, ബാക്കി എല്ലാ ദിവസവും വർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും ട്രൈബൽ സീക്വൻസസ് കൂടുതലും ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് നൈറ്റ് ആയിരുന്നു. ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ സീക്വൻസസും നന്നാക്കാനുള്ള അവരുടെ ഒരു ശ്രമം അതൊക്കെ ശരിക്കും അൺബിലീവബിളാണ്. കാരണം നമുക്കറിയാം ട്രൈബൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു പ്രത്യേക സാധനം പെർഫോം ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവരുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള എക്സ്ട്രീംലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ട്രൈബൽസിനെയാണ് ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് കിട്ടിയത്. അവർ എല്ലാ ദിവസവും ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അവർ ഞങ്ങളെ പിടിച്ചു നിർത്തും. പോലെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി ഞങ്ങൾക്ക് വേണ്ടി അവർ പാട്ടൊക്കെ പാടും. അടുത്ത ദിവസം വരുമ്പോഴും അവരെല്ലാവരും വളരെ ജോവിയലായിരുന്നു. കാരണം ഞങ്ങൾ രാവിലെ ലൊക്കേഷനിൽ എത്തുമ്പോൾ തന്നെ അവരെല്ലാവരും കൂടെ കൂട്ടം കൂടിയിരുന്ന് എന്തെങ്കിലും പാട്ട് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് കളിക്കുകയോ അങ്ങനെ ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. മറക്കാൻ പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസസ് ആണ് അവരോടൊപ്പം ഷൂട്ട് ചെയ്ത ദിവസങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകും.